വിവിധ ക്ഷേത്രങ്ങളുടെയും ഗ്രാമ കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിൽ നിരവധി വർഷങ്ങളായി കണ്ണൂർ നഗരം കേന്ദ്രീകരിച്ച് നടത്തിവരാറുള്ള സാർവജനിക ഗണേശോത്സവം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പരിമിതപ്പെടുത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 7, 8, 9 തീയതികളിൽ ഗണേശ ഉത്സവം നടക്കും. 9 വൈകുന്നേരം 4 മണിക്ക് വിവിധ ഇടങ്ങളിൽ നിന്നും താളിക്കാവിൽ സംഗമിച്ച് പയ്യാമ്പലത്തേക്ക് നിമജ്ജന ഘോഷയാത്ര നടക്കും. കണ്ണൂർ ജില്ലയിൽ 86 കേന്ദ്രങ്ങളിൽ ഇക്കുറി ഗണേശോത്സവം നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകാപരമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് സമാജത്തിൽ നടത്താറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഈ വയനാട്ടിലെ ഈ ഒരു അനിഷ്ട സംഭവം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ പൊലിമയോടുകൂടിയിട്ടുള്ള ആഘോഷ പരിപാടികൾ വേണ്ട എന്നുള്ളതിൽ വിവിധ കോണുകളിൽ നിന്നും വിവിധ ഹൈന്ദവ സംഘടനകളും സാമുദായിക സംഘടനകളൊക്കെ തന്നെ അതിന്റെ നേതൃത്വം വഹിക്കുന്നവർ ഞങ്ങളോട് പറഞ്ഞു, പ്രാവശ്യം എങ്ങനെയാണ് നമ്മുടെ ഗണേശോത്സവ പരിപാടി. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഘോഷമായിട്ടുള്ള ഈ DJ പരിപാടികളും ആർഭാടമായിട്ടുള്ള പരിപാടികളും കഴിയുന്നത്ര ഒതുക്കി ഒരു ആത്മീയമായിട്ടുള്ള ഒരു ആഘോഷ പരിപാടി എന്ന നിലയിലുള്ളത് കൊണ്ട് അതിന്റെ ചടങ്ങുകൾ എന്ന നിലയിൽ പ്രാദേശികമായിട്ട് ഗണേശ പൂജകളും പ്രഭാഷണ പരിപാടികളും അത്യാവശ്യം അന്നദാനങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു മിനിമം പരിപാടിയാക്കിയിട്ടാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഗവൺമെന്റും സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ അവിടെ ബലിദാനികളായിട്ടുള്ള അനവധി സഹോദരന്മാരെ കുടുംബത്തെയൊക്കെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ചുറ്റുപാടിൽ ഗണേശോത്സവത്തിന്റെ പേരിൽ ആർഭാടമായ രീതിയിൽ പരിപാടി സംഘടിപ്പിച്ച് ജനങ്ങളിൽ നിന്ന് പൈസ പിരിക്കുന്ന പരിപാടികൾക്ക് കുറച്ചൊരു മിതത്വം കൽപ്പിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രാവശ്യത്തെ ആഘോഷ പരിപാടി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഇത് സാധാരണ രീതിയിലുള്ള പരിപാടികൾ എന്നതിൽ ഗണേശ പൂജ ഉണ്ടാകും 3 ദിവസം. അതോടൊപ്പം തന്നെ അതിന്റെ നിമജ്ജന ഘോഷയാത്ര എന്നുള്ള ഘോഷം ഇല്ല, അതിന്റെ നിമജ്ജന യാത്രയുണ്ടാകും. അതോടൊപ്പം ആത്മീയമായിട്ടുള്ള ചില ചടങ്ങുകൾ അതിന്റെ നിമജ്ജന ഘോഷയാത്രയുടെ അവസാനം എന്നാലും ഈ ആരോഗ്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ആധ്യാത്മികമായിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് അതൊക്കെ നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റു തരത്തിലുള്ള DJ പോലുള്ള പരിപാടികൾ കഴിയുന്നത്ര ഒഴിവാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ ഹൈന്ദവ സംഘടനകളുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആർഭാടമായി നടത്തേണ്ടതില്ലെന്നും സാധാരണ നടത്താറുള്ള ഗണപതി പൂജ, പ്രഭാഷണങ്ങൾ, അന്നദാനം, പായസദാനം എന്നിവയും വിഗ്രഹ നിമജ്ജന രഥഘോഷയാത്രയും ഭക്തി ആദരവോടെ നടത്താനാണ് തീരുമാനിച്ചതെന്നും ഭാരവാഹികൾ അറിയിച്ചു. വയനാട് ജില്ലയെ സഹായിക്കുന്നതിനായി സർക്കാരും സന്നദ്ധ സംഘടനകളും ചെയ്യുന്ന സഹായ ധനമെത്തിക്കൽ പരിപാടിയിൽ ഗണേശ സേവാ കേന്ദ്രവും പങ്കാളികളാവും. സെപ്റ്റംബർ 7, 8, 9 തീയതികളിലാണ് ഇത്തവണ ഗണേശോത്സവം നടക്കുന്നത്. 9 വൈകുന്നേരം 4 മണിക്ക് വിവിധ ഇടങ്ങളിൽ നിന്നും താളിക്കാവിൽ സംഗമിച്ച് പയ്യാമ്പലത്തേക്ക് നിമജ്ജന ഘോഷയാത്ര നടക്കും. കണ്ണൂർ ജില്ലയിൽ 86 കേന്ദ്രങ്ങളിലാണ് ഇക്കുറി ഗണേശോത്സവം നടത്തുന്നതെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി പ്രസിഡന്റ് KV ജയരാജൻ മാസ്റ്റർ, സെക്രട്ടറി KV സജീവൻ, കൺവീനർ പ്രജിത്ത് പള്ളിക്കുന്ന്, ജോയിന്റ് സെക്രട്ടറി രാകേഷ് ആയിക്കര, സംഘടനാ സമിതി രക്ഷാധികാരി PR രാജൻ എന്നിവർ പങ്കെടുത്തു.